ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ബോട്ടിലായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ബോട്ടിൽ ആർട്ടല്ല കേട്ടോ, ബോട്ടിൽ കൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറയാം. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ ഒരു പിക്ചറാണ്. അപ്പോൾ ആ പിക്ചർ ഞാൻ എങ്ങനെ എൻ്റെ സിസ്റ്ററിന് അയച്ചു കൊടുത്തു. അപ്പോൾ സിസ്റ്റർ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് അവൾക്ക് ആ ഐഡിയ ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതുപോലെ വേറെ പലർക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പരന്ന ഷേപ്പ് ബോട്ടിലാണ് വേണ്ടത്. ഇതുപോലത്തെ റൗണ്ട് ടൈപ്പ് ഓഫ് ബോട്ടിൽസ് നമുക്ക് ഈ ഒരു ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പരന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ബോട്ടിലുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് ഓഫ് ബോട്ടിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ മിൽക്കിൻ്റെയോ ഫെയറിയുടെയോ ഓയിലിൻ്റെയോ, അതല്ലെങ്കിൽ ഇങ്ങനത്തെ പരന്നിരിക്കുന്ന ടൈപ്പ് ബോട്ടിൽസ് വേറെയും നാട്ടിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മെയിനായിട്ട് ഇങ്ങനത്തെ ബോട്ടിൽ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പരന്നിരിക്കുന്നതായിരിക്കണം, ഒരിക്കലും ഉരുണ്ടിരിക്കുന്ന ടൈപ്പ് ആവരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, സ്റ്റിക്കറിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മളത് സ്റ്റിക്കർ അങ്ങ് റിമൂവ് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഏകദേശം എത്ര മാർക്കിംഗ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 14 സെൻറ്റിമീറ്റർ നീളവും ഒരു 3.5 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടുള്ള ഒരു മാർക്കിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ. നീളം വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. വീതി ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ആവില്ല. ഏകദേശം ഒരു 3.5 സെൻറ്റിമീറ്റർ ഒക്കെ ഇട്ടാൽ മതി. നമ്മുടെ ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് അത്രയും മതിയായിരിക്കും. ഇനി ആ മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. അതായത് നമ്മുടെ തിക്നെസ്, ഫാനിൻ്റെ ലീഫിൻ്റെ തിക്നെസ് ഒരുപാടില്ലല്ലോ. അപ്പോൾ ഒരു 3.5 സെൻറ്റിമീറ്റർ വീതി മതിയായിരിക്കും. നീളം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. കുറഞ്ഞാലാണ് ബുദ്ധിമുട്ടായിട്ട് വരിക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആ വരച്ചെടുത്ത് അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത്രയും ആ 14 സെൻറ്റിമീറ്ററും അതുപോലെ 3.5 സെൻറ്റിമീറ്ററും വർക്ക് ചെയ്തതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടും കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ അതിന് പണികളൊന്നുമില്ല. നേരെ അങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് സെയിം നമ്മൾ മെഷർമെൻ്റ് എടുത്ത് അങ്ങ് കട്ട് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്കിപ്പോൾ സിസേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റിയ സിസേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, ബോട്ടിൽ കട്ടിയുള്ളതാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ നൈഫ് ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ, മാർക്ക് ചെയ്തതിലൂടെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ദാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കണം. ഓക്കെ, കണ്ടോ? ഇപ്പോൾ 2 സൈഡിലും നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരേ ലെങ്ത്തിലും ഒരേ വിഡ്ത്തിലുമാണ് നമ്മൾ ഈ 2 സൈഡിലും നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ലെങ്ത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം കൂട്ടിക്കൊടുക്കാം. വീതി ഏകദേശം ഒരു 3.5 തന്നെ മതിയായിരിക്കും കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ഫാൻസിനും അത് ഓക്കെ ആയിരിക്കും. പക്ഷേ നീളം വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് ഇട്ട് നോക്കുക ഫാനിൻ്റെ മുകളിൽ, ഇനി ചെയ്യുന്നതിന് മുന്നായിട്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഓക്കെ, ഈ 2 സൈഡ് നമുക്ക് ഇങ്ങനെ വേണം. ഇനി നമ്മളൊരു തുണി എടുത്തിട്ട് ആ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ? ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ നന്നായിട്ട് കയറ്റിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനാണ് ആ ഒരു സൈഡ് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ ബോട്ടിൽസ് വേണമെന്ന് പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും നമ്മൾ ഒരു തുണി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ തുണി നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കണം. ടൈറ്റായിട്ട് ഇരുന്നാലാണ് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ തുണി ഇങ്ങനെ പോരാനുള്ള ചാൻസസ് ഉണ്ട്, ഊരി പോരാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ 2 സൈഡിലത്തെയും നമ്മൾ കട്ട് ചെയ്യാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അതിനോട്ട് നന്നായിട്ട് ഉള്ളിലോട്ട് അമർത്തി വെച്ച് കൊടുക്കണം. നല്ല ഇതായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തുണി ഒരുപാട് തിക്കിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് തിക്കായാലും പ്രശ്നമാണ്. നമ്മളുടെ തുണി ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ കയറി പോകണം. ആ ഒരു അവസ്ഥയിൽ വേണം. എന്നാൽ ഒരുപാട് ലൂസും ആവരുത് അവിടെ. അപ്പോൾ ഇതുപോലെ നമ്മളുടെ കൈ ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. ഏകദേശം നമുക്കത് സ്മൂത്തായിട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. കണ്ടോ? അപ്പോൾ ഒരു ഹോള് ഒരുപാട് വീതി ആവരുത്. ഇതുപോലെ ഇങ്ങനെ നിൽക്കണം. തുണി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ഇതുപോലെ മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡിലും തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക്
ഇതുപോലെ തുണി ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഒരു നല്ല ടൈറ്റിൽ വെച്ചില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ മുകളിലത്തെ തുണി ഊരിപ്പോരും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഇതെടുത്തിട്ട് നൂലെടുത്തിട്ട് ഇവിടെ കെട്ടിക്കൊടുക്കുക. ഇവിടെ 2 സൈഡിൽ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ഇതിലേക്ക് കെട്ടിയിട്ട് ഇപ്പുറത്തോട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിങ്ങനെ ഊരിപ്പോരുന്നുള്ള പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്കൊരു മെയിനായിട്ടൊരു സംഭവം കൂടെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മളുടെ ബ്രൂമിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. അതായത് വലിയ ബ്രഷുകളുണ്ടല്ലോ, നമ്മൾ ബ്രഷുകൾ അല്ലെങ്കിൽ തുടയ്ക്കുന്ന മോപ്പുകൾ അതൊക്കെയൊക്കെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അധികം എണ്ണത്തിൻ്റെയും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി. ഇനി അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് വലിയ ഹോളായി കഴിഞ്ഞാൽ പറ്റില്ല, ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. നൈഫ് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റിക്ക് ഇതിനുള്ളിലോട്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ നമ്മളുടെ സ്റ്റിക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാറാലയൊക്കെ അടിക്കുന്ന കോലായാലും അതിൻ്റെ ബാക്ക് സൈഡായാലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി ഉരി വെക്കാമല്ലോ. മാറാല അടയ്ക്കുന്ന കോലുകൊണ്ട് ഫാനും ക്ലീൻ ചെയ്യാം, മാറാലയും ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കണം. ഇൻ കേസ് ടൈറ്റ് ആയില്ലെങ്കിൽ അവിടെ ഒരു നമ്മൾ തുണിയോ എന്തെങ്കിലും ചരടോ എന്തെങ്കിലും ചുറ്റിയിട്ട് അവിടെ ടൈറ്റാക്കി കൊടുക്കുക. ഹോൾ ഒരുപാട് വലുതാക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിക്ക് മുകളിലോട്ട് ഇങ്ങനെ പൊന്തി പോരും. അതാണ് കുഴപ്പം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റിക്കിൻ്റെ ഇത് ടൈറ്റായിട്ടുള്ള ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും നിങ്ങൾ ശ്രദ്ധിക്കണം, സൈസും വിഡ്ത്തും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഫാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബോട്ടിൽ കൊണ്ട് ചെയ്തിട്ട് ഫാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതല്ല കേട്ടോ, ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോട്ടോസ് കണ്ടിട്ട് അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വീഡിയോ അയച്ചെന്നാണ്. എനിക്കിത് കാണിച്ചു തരാനായിട്ട് എനിക്കിവിടെ ഫാനില്ല, അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് അനിയത്തിയുടെ വീഡിയോ ഞാൻ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി അത് യൂസ്ഫുൾ ആയെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാൻ ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ലോലി ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ലോലി ചെയ്യുക. അതങ്ങനെ മൂവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. ഉണ്ടോ, സ്ലോലി ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് ഇത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾക്കൊരു സ്റ്റിക്ക് കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് ഫോഴ്സിൽ ചെയ്യാതിരുന്നാൽ മതി. അതുപോലെ തന്നെ ഹൈറ്റ് എപ്പോഴും നമ്മൾ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ താഴെ നിന്ന് ഈ സ്റ്റിക്ക് ഒന്ന് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഫാനിനേക്കാളും ഹൈറ്റിലായിരിക്കണം, എന്നാലാണ് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈറ്റ് കുറവാണെങ്കിൽ നമ്മൾ പിടിച്ച് ഫാൻ വലിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അതുപോലെ അതിലെ ഹോളിൻ്റെ സൈസും തുണി ഇട്ട് കഴിഞ്ഞിട്ടുള്ള സൈസും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത്. ഇനി ഒരു പ്രാവശ്യം ചെയ്ത് പൊടിയെല്ലാം താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ആ തുണി അടുത്ത് അഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കഴുകിയെടുത്തിട്ടോ, അല്ലെങ്കിൽ ഈ തുണി കളഞ്ഞ് വേറെ തുണി ഉണ്ടെങ്കിൽ വേറെ തുണി ആയാലും ഒന്ന് നനച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ബോട്ടിലോട്ട് വെച്ച് വീണ്ടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ താഴെ വീഴും. ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള പൊടികൾ നോക്കാം. കണ്ടോ, താഴെ ഇതുപോലെ ഇത്രയും പൊടി താഴെ വീണിട്ടുണ്ട് കണ്ടോ. പിന്നെ ബോട്ടിൽ ഇങ്ങനെ തട്ടുമ്പോൾ ബാക്കി പൊടി ബോട്ടിലിൻ്റെ ഉള്ളിൽ നിന്നും നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ടാണ് അവർ പറഞ്ഞത് കേട്ടോ, ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ബോട്ടിലിൻ്റെ ഇതും സ്റ്റിക്കിൻ്റെ ഹൈറ്റൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ മദറും ഒക്കെ ചെയ്തിട്ട് അവർക്ക് യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.